ഹായ് ആസ്പിരൻസ്. അപ്പോൾ എല്ലാവർക്കും സൈലിയം ബാങ്കിങ്ങിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി നമുക്ക് വരാനിരിക്കുന്ന എക്സാംസ് എന്ന് പറയുന്നത് SBI ക്ലർക്കിന്റെയും SBI POന്റെയും എക്സാംസ് ആണ് അല്ലേ. അതിന്റെ പ്രിലിംസ് SBI ക്ലർക്കിന്റെ നമ്മുടെ ഫെബ്രുവരി ലാസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ SBI PO പ്രിലിംസ് നമ്മുടെ മാർച്ച് ഫസ്റ്റ് വീക്ക് ആയിട്ട് നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിനി ഒത്തിരി എക്സാംസുകൾ വരാനുണ്ട്. അത് കൂടാതെ SBI കൂടാതെ 2025 ഫർദർ ആയിട്ട് ഇനിയും എക്സാംസ് ഒക്കെ വരാനുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ക്വാണ്ടിന്റെ സ്ട്രാറ്റജി എങ്ങനെയാണ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. സ്പെഷ്യലി ഫോർ SBI ക്ലർക്ക് ആൻഡ് SBI PO രണ്ടിനുള്ളതും അത് കൂടാതെ തന്നെ 2025 വരുന്ന വേരിയസ് എക്സാംസിനും എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാട്ടോ സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കേസാണ് അല്ലെ. ക്വാണ്ട് എന്ന് പറയുന്നത് നമുക്ക് ബാങ്കിങ്ങിൽ പഠിക്കാനുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊക്കെ കണ്ടന്റ്സ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകേണ്ടത്, ഏതൊക്കെ കണ്ടന്റ്സ് ആണ് നിങ്ങൾ മെയിൻ ആയിട്ടും പഠിക്കേണ്ടത്, ഏതിനൊക്കെയാണ് നിങ്ങൾ കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് പഠിക്കേണ്ടത്, അതുപോലെ തന്നെ ഏതൊക്കെ സ്പീഡ് ടെസ്റ്റുകളാണ് നിങ്ങൾ ഡെയിലി ബേസിസിൽ ചെയ്തെടുക്കേണ്ടത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇന്നൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം കേട്ടോ സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ടോപ്പിക്സ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ക്വാണ്ടിന്റെ സെക്ഷനെ 3 ഏരിയാസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് മെയിൻ ആയിട്ടും പ്രിലിംസിൽ 35 മാർക്കിൽ നമുക്കൊരു 20-25 മാർക്കിനും ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സിംപ്ലിഫിക്കേഷൻ സീരീസ്, അതായത് റോങ് സീരീസ് അല്ലെങ്കിൽ ഫില്ലപ്പ് ചെയ്യുന്ന സീരീസ്, അതുപോലെ തന്നെ ക്വാഡ്രാറ്റിക്, അതുപോലെ തന്നെ ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻസ്, ഇതാണ് കൂടുതൽ ഏരിയാസും നമ്മുടെ പ്രിലിംസിൽ വരുന്നത് അല്ലെ. അരിത്തമെറ്റിക്കിന്റെ പോർഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും എന്തിൽ വരുന്നത്, പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ വരുന്നത് അല്ലെ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രിലിംസ് ആണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ടും കവർ ചെയ്യാൻ ഉള്ള ലക്ഷ്യമെങ്കിൽ നമ്മൾ ക്വാണ്ട് ഏതൊക്കെ പഠിച്ചാൽ മതി എന്ന് വെച്ചാൽ സിംപ്ലിഫിക്കേഷൻ ആൻഡ് അപ്രോക്സിമേഷൻ. നിങ്ങൾ സ്പീഡ് മാത്സിൽ വളരെ എക്സ്പേർട്ട് ആയിരിക്കണം. കാരണം സിംപ്ലിഫിക്കേഷൻ ആൻഡ് അപ്രോക്സിമേഷൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, 10 മാർക്കിനോളം ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെ സീരീസ് അതൊരു 5 മാർക്കിന് എപ്പോഴും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, ലീനിയർ ഇക്വേഷൻസ് കുറവാണ്, ലീനിയർ ഇക്വേഷൻസിന്റെ കമ്പാരിസൺസ് കൂടുതലും വരുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന്റെ കമ്പാരിസൺസും വളരെ നല്ല രീതിയിൽ തന്നെ ചോദിച്ചു പോകാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ടും നിങ്ങൾ പ്രിലിംസിൽ ഒരു നല്ല സ്കോർ, അതായത് 25 ഒക്കെ ഒരു സ്കോർ നിങ്ങൾക്ക് സേഫ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സെക്ഷൻസ് പഠിച്ചാൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അതായത് ക്വാഡ്രാറ്റിക്, അതുപോലെ തന്നെ സീരീസ്, അതുപോലെ തന്നെ നമ്മുടെ സിംപ്ലിഫിക്കേഷൻസ്, ഈ ഒരു കോൺസെപ്റ്റ് പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 20-25 മാർക്ക് വരെ ഉറപ്പിക്കുക. ഇതിന്റെ കൂടെ എന്തും കൂടെ പഠിച്ചു പോകണം നിങ്ങൾ, ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ, അതായത് ബാർ ചാർട്ട്, പൈ ചാർട്ട്, അങ്ങനത്തെ കുറച്ച് ഡാറ്റ അനാലിസിസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്ത് പോവുക, പഠിച്ചു പോയാൽ മതി കേട്ടോ. അതായത് അരിത്തമെറ്റിക്കിന്റെ സെക്ഷൻ എക്സ്ക്ലൂഡ് ചെയ്താലും നമുക്ക് പ്രിലിംസിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു 20-25 മാർക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ ഞാൻ ഒരിക്കലും അരിത്തമെറ്റിക് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറയില്ല കേട്ടോ സ്റ്റുഡൻസ്. കാരണം നമുക്ക് അരിത്തമെറ്റിക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോർമലൈസേഷനിൽ വളരെ നല്ല സ്കോറിനെ റിഫ്ലക്ട് ചെയ്യും. അതായത് SBI ആയാലും അതുപോലെ തന്നെ RRB, അതുപോലെ തന്നെ IBPSന്റെ എക്സാംസ് ആയാലും നമുക്ക് കൂടുതൽ വെയിറ്റേജ് കിട്ടുന്ന ഒരു സെക്ഷൻ തന്നെ ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഈ അരിത്തമെറ്റിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ടോപ്പിക്സിന്റെ ഡിവിഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് സിംപ്ലിഫിക്കേഷൻസ് ആൻഡ് അപ്രോക്സിമേഷൻ, ബോർഡ് മാസ് റിലേറ്റഡ് ആയിട്ടുള്ളത്, പിന്നെ മിസ്സിംഗ് സീരീസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ റോങ് നമ്പർ സീരീസ്, അതുപോലെ തന്നെ ലീനിയർ ഇക്വേഷൻസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, ഈ ബേസ് നിങ്ങൾ എന്ത് ചെയ്യണം, സ്ട്രോങ് ആക്കുക തന്നെ വേണം കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്ത് പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഡെയിലി ഒരു 10-20 സിംപ്ലിഫിക്കേഷൻസ് എങ്കിലും വർക്കൗട്ട് ചെയ്ത് നോക്കുക, 5 സീരീസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക, 5 ക്വാഡ്രാറ്റിക് വർക്കൗട്ട് ചെയ്ത് നോക്കുക. സീരീസിൽ സ്പെഷ്യലായിട്ടും ഞാൻ ഫോക്കസ് ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റോങ് സീരീസ് നല്ലോണം ഫോക്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നമ്മുടെ എക്സാംസിന് റോങ് സീരീസ് ഒക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ അതിനെ അപ്രോച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അത് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ അത് വിടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ കോംപ്ലിക്കേഷൻസ് ലീഡ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ
ഈ പൈ ചാർട്ട്, ബാർ ചാർട്ട്, ലൈൻ ഗ്രാഫ്, മിക്സഡ്, റഡാർ, ഇങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കേസസും നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്ന സെക്ഷനും വളരെ നല്ല രീതിയിലുള്ള ഒരു വെയിറ്റേജ് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷനും ഒരു സെറ്റ് വീതം നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി ബേസിസിൽ വർക്ക്ഔട്ട് ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ സ്റ്റുഡൻസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അരിത്മെറ്റിക്, എൻ്റെ സ്റ്റുഡൻസ് കുറേ പേര് പറയാറുണ്ട് കുറച്ച് അരിത്മെറ്റിക്സിന് ടൈം എടുക്കുന്നു, ചെയ്യാൻ പറ്റുന്നുണ്ട്, ടൈം എടുക്കുന്നു, ഏത് അപ്രോച്ചാണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല, അങ്ങനെ കുറേ കേസസും നമ്മുടെ സ്റ്റുഡൻസ് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും നല്ല വഴി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡെയിലി ബേസിസിൽ ഒരു 10 അരിത്മെറ്റിക്സ് സോൾവ് ചെയ്ത് നോക്കുക. ഓക്കെ, ഡെയിലി ചെയ്ത് നോക്കുക. അതായത് ഡെയിലി ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇംപ്രൂവ്മെന്റ് ശരിക്കും നമ്മുടെ എക്സാംസിൽ റിഫ്ലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ശരിക്കും പ്രാക്ടീസ് ആണ് നമ്മുടെ ബാങ്ക് എക്സാമിൽ ക്വാണ്ട് ഇംപ്രൂവ് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഇൻക്ലൂഡ് ആവുന്ന ടോപ്പിക്സ് ഏതൊക്കെയെന്ന് വെച്ചാൽ റേഷ്യോ, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, അതുപോലെ തന്നെ ആവറേജ്, മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസ്, ഇങ്ങനത്തെ കുറേ കോൺസെപ്റ്റ്സ് ആണ് പ്രൈമറിലി നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ അറിയാനുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് അറിയാനുള്ളത് PNC, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ, പ്രോബബിലിറ്റി, മെൻഷുറേഷൻ, ഇതിന്നൊക്കെ നമുക്ക് ചോദിക്കുന്ന വെയിറ്റേജ് എന്ന് പറയുന്നത് വളരെ കുറവ് വെയിറ്റേജ് ആണ് ചോദിക്കാറുള്ളത് കേട്ടോ. പ്രിലിംസിൽ PNCയും അതുപോലെ തന്നെ മെൻഷുറേഷനും ചോദിക്കാറുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള സർഫസിൽ നിന്നുള്ള ചോദ്യം മാത്രമേ ചോദിക്കാറുള്ളൂ. പിന്നെ മെയിൻസിന് ചിലപ്പോൾ മെൻഷുറേഷന് ചോദ്യം ചോദിക്കാത്തവരിരുന്നിട്ടുണ്ട്. PNCയിൽ നിന്നും വളരെ കുറവ് വെയിറ്റേജിനുമായിരിക്കും എന്ത് ചെയ്യുക, മെയിൻസിനും കണ്ടന്റ് ചോദിക്കാറുള്ളത് കേട്ടോ. ഓക്കെ, കോമൺലി ബാങ്ക് എക്സാം കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന കേസസിൽ വരുന്ന അരിത്മെറ്റിക്സിനാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് നിങ്ങൾ എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക. നമ്മൾ പ്രിലിംസ് ആണ് നിങ്ങൾക്ക് മെയിനായിട്ടും ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മെയിനായിട്ടും സിംപ്ലിഫിക്കേഷൻ സീരീസ്, അതുപോലെ തന്നെ ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, ക്വാഡ്രാറ്റിക് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ എപ്പോഴും ഒരു സേഫ് സോണിൽ നല്ല സ്കോർ നേടുന്നതായിരിക്കും നമുക്ക് എപ്പോഴും സേഫ്റ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അരിത്മെറ്റിക്കിന്റെ സെക്ഷനും ഒരിക്കലും നിങ്ങൾ എന്ത് വെയിറ്റേജ് കുറവ് നൽകിയിട്ട് നിങ്ങൾ പഠിക്കാതിരിക്കരുത് കേട്ടോ. അരിത്മെറ്റിക് ഡെയിലി ബേസിസിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ഡെയിലി ബേസിസിൽ അരിത്മെറ്റിക്സ്, വേർഡ് പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല നോർമലൈസേഷനിൽ നല്ലൊരു മാർക്ക് നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അറ്റ് ദ സെയിം ടൈം നമ്മുടെ മെയിൻസിനും വളരെ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യും, ഈ കൺസേൺഡ് ആയിട്ടുള്ള അരിത്മെറ്റിക് ഹെൽപ്പ് ചെയ്യും. കാരണം അരിത്മെറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ആണ് മെയിൻസിന് വരിക. ഡയറക്റ്റ് ആയിരിക്കില്ല, നമുക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ള കുറെ DIs വരും. അതുപോലെ തന്നെ അരിത്മെറ്റിക് ശരിക്കും അപ്ലൈ ചെയ്യേണ്ട കുറെ DIസുമാണ് വരിക. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അരിത്മെറ്റിക് നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യാനേ പാടില്ല. അതായത് ഞാൻ ഒരു സജഷൻ വേണമെങ്കിൽ പറയാം, നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഏറ്റവും അവസാനം എന്തിലോട്ട് പോയാൽ മതി, അരിത്മെറ്റിക്സിലോട്ട് പോയാൽ മതി. അതായത് നമ്മൾ സിംപ്ലിഫിക്കേഷൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് അരിത്മെറ്റിക്സിലോട്ട് പോയാൽ മതി. പക്ഷെ അരിത്മെറ്റിക്സും നിങ്ങൾ ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. പിന്നെ മെയിനായിട്ടും പറയാനുള്ള ഒരു കേസാണ് കേസ്ലെറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. കേസ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സെർട്ടൻ ഡാറ്റാസ് തന്നിട്ട് നമ്മൾ തന്നെ അതിൽ നിന്നും ഒരു പെർട്ടിക്കുലർ ഒരു ചാർട്ടോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ടേബിളോ നമ്മൾ തന്നെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഫോം ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അതായത് ക്വസ്റ്റ്യൻസിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഒരു ചാർട്ട് അല്ലെങ്കിൽ ഡാറ്റ ഫോം ചെയ്യേണ്ടതായിട്ട് വരുന്നതിനെയാണ് കേസ്ലെറ്റ്സ് എന്ന് പറയുന്നത്. ഈ കേസ്ലെറ്റ്സ് വളരെ നല്ല രീതിയിൽ അറിയണം എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് വേണം, അരിത്മെറ്റിക് സ്ട്രോങ് ആക്കിയേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ അരിത്മെറ്റിക്സ് സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ക്വാണ്ടിറ്റി കമ്പാരിസൺ, ഡാറ്റ സഫിഷ്യൻസി എന്നീ പറയുന്ന ടോപ്പിക്കുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വളരെ എഫക്റ്റീവായിട്ട് ചെയ്തു പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഒരിക്കലും നിസ്സാരമായി കണക്കാക്കരുത് അരിത്മെറ്റിക്സിനെ. ഞാൻ പ്രിലിംസ് ക്ലിയർ ചെയ്യാനുള്ള ഒരു വഴിയാണ് പറഞ്ഞത് അല്ലേ. ഇപ്പോൾ അരിത്മെറ്റിക് ലാസ്റ്റ് ചെയ്താൽ മതി, കാരണം ഒരു 10 ക്വസ്റ്റ്യൻസ് ഒക്കെ അരിത്മെറ്റിക്സിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ നോർമലൈസേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ അരിത്മെറ്റിക്സ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന മാർക്ക് നല്ലോണം വെയിറ്റേജ് എക്സസ് ആയി കിട്ടും കേട്ടോ. അതും ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ സ്റ്റുഡൻസ് എല്ലാവരും. അതുപോലെ തന്നെ അവേഴ്സ് ടു ബി ഡെഡിക്കേറ്റഡ് എന്നാണ് പറയുന്നത് അല്ലെ. അതായത് ഒരു ദിവസം എത്ര അവേഴ്സ് ആണ് നമ്മൾ പഠിച്ചു പോകേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് മേ വേരി അപ്പോൾ
ഈച്ച് സ്റ്റുഡൻസിൽ, അതായത് ഇപ്പോൾ ചില സ്റ്റുഡൻസ് ക്വാണ്ട് ഭയങ്കര എന്തായിരിക്കും, നല്ല രീതിയിൽ തന്നെ അറിയുന്ന സ്റ്റുഡൻസ് ഉണ്ടാകും. ചിലവർക്ക് ക്വാണ്ട് ആവറേജ് ആയിരിക്കും, ചിലവർക്ക് ക്വാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്വാണ്ട് ഏരിയാസ് വീക്ക് ആണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഒരു മിനിമം ഒരു 4 to 5 hours എങ്കിലും ക്വാണ്ടിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം കേട്ടോ. ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾ ക്വാണ്ടിൽ വീക്ക് ആണെങ്കിൽ 4 to 5 hours സ്പെൻഡ് ചെയ്യുകയും ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഞാൻ പറയുന്നെങ്കിൽ 3 to 4 hours എങ്കിലും എന്ത് ചെയ്യണം, നിങ്ങൾ ക്വാണ്ടിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ ക്വാണ്ട് വളരെ നല്ല രീതിയിൽ അറിയുന്ന ഒരാളാണെങ്കിൽ ഞാനൊരു 2 മുതൽ ഒരു 2.5 hours വരെയൊക്കെ ഞാൻ എന്ത് ചെയ്യും, റെക്കമെൻഡ് ചെയ്യും കേട്ടോ. വളരെ നല്ല രീതിയിൽ തന്നെ ക്വാണ്ട് അറിയുന്ന ആളാണെങ്കിൽ അത് ചെയ്യണം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഓരോ സെക്ഷൻസും എന്ത് ചെയ്യാൻ ശ്രമിക്കുക, വളരെ നല്ല രീതിയിൽ എക്സ്റ്റെൻസീവ് ആയിട്ട് കോൺസെപ്റ്റ്സുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. കോൺസെപ്റ്റ്സ് മനസ്സിലാക്കിയിട്ട് ഷോർട്ട് കട്ടിലോട്ട് എത്തുക അല്ലേ. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യനെയും ഷോർട്ട് കട്ട്സ് പഠിക്കുകയല്ല വേണ്ടത്. റേഷ്യോ അപ്രോച്ചും പെർസെൻറ്റേജ് അപ്രോച്ചുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അരിത്തമെറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവത്തിൽ നമുക്ക് മെയിൻ ആയിട്ടും വേണ്ടത് ഈ 2 കോൺസെപ്റ്റ് ആണ് ആവശ്യം അല്ലെ. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ നല്ല രീതിയിൽ സ്ട്രോങ് ആക്കുക. അത് സ്ട്രോങ് ആക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ നല്ല രീതിയിൽ തന്നെ ക്യൂവയുടെ അരിത്തമെറ്റിക്സിന്റെ സെക്ഷൻ കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അപ്പൊ ഞാൻ പറയുന്ന മറ്റൊരു കേസ് ഏതാണെന്ന് വെച്ചാൽ, ഡെയിലി നിങ്ങൾ ഈ സിംപ്ലിഫിക്കേഷൻസ് വർക്കൗട്ട് ചെയ്യൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. കാരണം സിംപ്ലിഫിക്കേഷൻസ് ഡെയിലി ബേസിസിൽ ചെയ്താൽ മാത്രമേ നമ്മുടെ സ്പീഡും അതുപോലെ തന്നെ മെന്റൽ എബിലിറ്റിയും വർദ്ധിക്കുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഡെയിലി ഞാൻ പറയുകയാണെങ്കിൽ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഒരു മാക്സിമം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ മാക്സിമം ഒരു 50 to 60 പ്രോബ്ലംസ് എങ്കിലും ഒരു ദിവസം മാക്സിമം കേസാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ 50 to 60 മാക്സിമം ഒരു ദിവസം നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ പ്രോബ്ലംസ്. അപ്പം മിനിമം ഞാൻ പറയുകയാണെങ്കിൽ ഒരു 25 to 30 പ്രോബ്ലംസ് എങ്കിലും നിങ്ങൾ ഡെയിലി വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം ഒരു 50 to 60 എന്ന് പറയുന്ന റേഞ്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. ഇപ്പം നിങ്ങൾ ക്യൂഎയിൽ വീക്ക് ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ടെൻഷൻ ആവേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. നമ്മൾ ശരിക്കും അതിൻ്റെ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ചാപ്റ്റേഴ്സും വളരെ എഫക്റ്റീവ് ആയിട്ട് പഠിച്ചു പോവുക കേട്ടോ. അപ്പൊ ചാപ്റ്റേഴ്സ് പഠിക്കേണ്ട ഓർഡറും കൂടി ഉണ്ട്. നമ്മൾ ആദ്യം എന്ത് പഠിച്ചു പോകണം, നമ്മൾ സ്പീഡ് മാത്സ് പഠിക്കണം, പിന്നെ അത് കഴിഞ്ഞിട്ട് സിംപ്ലിഫിക്കേഷനിലോട്ട് എത്തണം, പിന്നെ അതിനുശേഷം സീരീസ് പഠിക്കണം, അതിനുശേഷം വേണം ലീനിയർ ഇക്വേഷനും അതുപോലെ തന്നെ എന്തിലോട്ട് എത്താൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിലോട്ടും എത്താൻ അല്ലേ. ഇനി അതേപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, അരിത്തമെറ്റിക് പഠിച്ചു പോകുമ്പോൾ റേഷ്യോ, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ്, ആവറേജ്, മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസ്, ഇതൊക്കെ പഠിച്ച ശേഷം നമ്മൾ അവസാനം എന്തിലോട്ട് പോയാൽ മതി, മെൻഷുറേഷൻ, പ്രോബബിലിറ്റി, അതുപോലെ തന്നെ ഡാറ്റ സഫിഷ്യൻസി, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി കമ്പാരിസൺസിലോട്ട് പോയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു അപ്രോച്ച് വേണം നമ്മൾ എന്തിലോട്ട് ഫോളോ ചെയ്യാൻ, നമ്മുടെ അരിത്തമെറ്റിക്കിന്റെ സെഷനിലോട്ട് ഫോളോ ചെയ്യാൻ. ശരിക്കും നമ്മൾ പെർസെൻറ്റേജിന്റെ കോൺസെപ്റ്റ്, ആവറേജിന്റെ കോൺസെപ്റ്റ്, റേഷ്യോസിന്റെ കോൺസെപ്റ്റ്, സ്പീഡ് മാത്സ് ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ അറിയുകയാണെങ്കിൽ നമുക്ക് ഡാറ്റ അനാലിസിസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും വളരെ എഫക്റ്റീവായിട്ട് പ്രിലിംസിൽ ചെയ്യാൻ പറ്റും. പക്ഷെ മെയിൻസിന് ഡാറ്റ അനാലിസിസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അരിത്തമെറ്റിക്സിന്റെ ഏരിയയും കൂടെ നിങ്ങൾ എന്തായിരിക്കണം, വളരെ നല്ല രീതിയിൽ തന്നെ സ്ട്രോങ് ആയിരിക്കണം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, മിനിമം ഇപ്പൊ എത്ര നന്നായിട്ട് ക്വാണ്ടറിയുന്ന ആളാണെങ്കിലും ഒരു ദിവസം 2 to 2.5 hours നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ സ്റ്റുഡൻസ്. ഓക്കെ, അത് എപ്പോഴും എല്ലാ ദിവസവും ഇങ്ങനെ റെഗുലർ ആയിട്ട് പഠിച്ചു പോവുക കേട്ടോ. ഒരിക്കലും നമ്മൾ 5 ദിവസം പഠിച്ചിട്ട് 4 ദിവസം പഠിക്കാതിരിക്കരുത്. അതൊരിക്കലും ഒരു എഫക്റ്റിലോട്ട് എത്തില്ല. റെഗുലർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് പോകണം, പഠിച്ചു പോകണം കേട്ടോ സ്റ്റുഡൻസ്. ഓക്കെ, അതുപോലെ തന്നെ നമ്പർ ഓഫ് മോക്സ് ടു ബി ടേക്കൺ അല്ലേ. അതായത് ഒരു എക്സാമിന് പോകുന്നതിന് മുമ്പ് എത്ര മോക്സ് എടുക്കണം എന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഒരു എക്സാമിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു മിനിമമാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾ ഒരു മിനിമം 10 to 15 മോക്സ് എങ്കിലും എടുത്തിരിക്കണം. ഇപ്പം പ്രിലിംസിനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ 10 മുതൽ 15 വരെയുള്ള മോക്സ് എടുത്തിരിക്കണം. ആദ്യത്തെ മോക്ക് നിങ്ങൾ ചെയ്തിട്ട് 15 മോക്സ് നിങ്ങൾ വരെ എത്തുമ്പോൾ നിങ്ങളുടെ അനാലിസിസ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അനാലിസിസ് ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആദ്യം ചെയ്ത മോക്കിൻ്റെ മാർക്ക് ചിലപ്പോൾ 15ാമത്തെ മോക്കിന് ഉണ്ടാവില്ല. കാരണം എന്തായിരിക്കും, ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി എന്തായിരിക്കും, കൂടുതലായിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ വളരെ നല്ല രീതിയിൽ ഒരു
10 മുതൽ 15 വരെയുള്ള മോക്സ് ചെയ്ത് നോക്കിയിട്ട് അനലൈസ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓരോരുത്തരും എന്ത് ചെയ്യുക, ഇൻഡിവിജ്വലി അനലൈസ് ചെയ്ത് നോക്കുക. ഏതാണ് നിങ്ങളുടെ സ്ട്രോങ് ഏരിയ, ഏതാണ് വീക്ക് ഏരിയ, എവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഏത് പ്രോബ്ലം സ്കിപ്പ് ചെയ്യണം, ഏത് പ്രോബ്ലം ഞാൻ ചെയ്ത് നോക്കണം, എവിടെ നിന്ന് ഞാൻ തുടങ്ങണം, ഇതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മോക്സ് ചെയ്താൽ മാത്രമേ ഇതൊക്കെ പോസിബിൾ ആവുള്ളൂ കേട്ടോ. ഒരു കൺസേൺഡ് ആയിട്ടുള്ള ഒരു ആസ്പിരന്റിനെ മോക്ക് ചെയ്താൽ മാത്രമേ അയാൾക്കുള്ള സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അറിയാൻ പറ്റുള്ളൂ. കാരണം അയാളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ആ കൺസേൺഡ് ആയിട്ടുള്ള ആസ്പിരന്റിന് മാത്രമേ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല അല്ലെ. അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങൾ മോക്സ് ഒരു 10 മുതൽ 15 മോക്സ് വരെയെങ്കിലും നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് ചെയ്തിരിക്കണം കേട്ടോ. എന്നിട്ട് എല്ലാ മോക്സും നിങ്ങൾ അനലൈസ് ചെയ്യണം. ഓരോവിടെയും വന്ന പാളിച്ചകള്, അതുപോലെ തന്നെ എത്ര നല്ല രീതിയിൽ എനിക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റി, ഓരോരുത്തരും എന്ത് ചെയ്യണം, അനലൈസ് ചെയ്തിട്ട് വേണം ചെയ്ത് നോക്കാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ക്വാണ്ടിൻ്റെ കേസ് എനിക്ക് ഇത്രയൊക്കെയാണ് മെയിനായിട്ടും പറയാനുള്ളത്. അപ്പോൾ പഠിക്കേണ്ട ഓർഡർ, അതുപോലെ തന്നെ എത്ര ചെയ്തു പോകണം എന്നുള്ള കേസസ്, അതുപോലെ തന്നെ എത്ര മോക്സ് എടുക്കണം, എത്ര ടൈം ആണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യേണ്ടത്, ഈ ഒരു കൺസേൺഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ നിങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ സൈലം ബാങ്കിങ് വന്നിട്ട് അപ്കമിങ് ആയിട്ടുള്ള വീക്സിൽ മാരത്തോൺസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. മാരത്തോൺസ് ഓൾറെഡി 2 മാരത്തോൺസ് ഫിനിഷ് ആയതാണ്. ഇനി ഫർദർ ആയിട്ടുള്ള എല്ലാ വീക്കെൻഡ്സിലും എന്തുണ്ടാകും, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മാരത്തോൺസ്. ഇപ്പോൾ റീസണിങ് പോലെ തന്നെ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡിൻ്റെ മാരത്തോൺസ് ഉണ്ടാകും, ഇംഗ്ലീഷിൻ്റെ മാരത്തോൺസ് ഉണ്ടാകും, അതുപോലെ തന്നെ 3 കൂടിയുള്ള ഒരുമിച്ചുള്ള മാരത്തോൺസ് ഉണ്ടാകും. അതുകൂടാതെ ഒരു ക്വാണ്ടിൻ്റെ കുറച്ച് സെക്ഷൻസ് നമുക്ക് എല്ലാ ആഴ്ചകളിലും കുറച്ചും കൂടെ എക്സ്റ്റെൻസീവ് ആയിട്ട് പോകാനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒപ്പം തന്നെ സൈലം ഉണ്ടാകും. ഓക്കെ, SBA ക്ലർക്ക്, SBA POൻ്റെ നല്ല രീതിയിലുള്ള പ്രിപ്പറേഷന് നിങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴും ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചു പോവുക സ്റ്റുഡൻസ്, എല്ലാവരും നന്നായിട്ട് മോക്സുകൾ എടുക്കുക, അതുപോലെ തന്നെ അക്യുറസി കൂട്ടുക. ഓക്കെ, അറ്റംപ്റ്റ് അല്ല കൂടേണ്ടത്. അറ്റംപ്റ്റ് കൂടിയിട്ട് അക്യുറസി ഇല്ലെങ്കിൽ ഇറ്റ് കുഡ് ബി വൈൻ അല്ലേ, അതായത് ഒന്നും ആവാൻ പോകുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അക്യുറസി എന്ത് ചെയ്യുക, നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യുക. അതാണ് നമുക്ക് മെയിൻ ആവശ്യമില്ല. അക്യുറസിക്ക് കൂടെ നോർമലൈസേഷനിൽ നല്ലൊരു മാർക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചു പോകുക സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് അപ്കമിങ് സെഷൻസിൽ, ക്വാണ്ടിൻ്റെ സെക്ഷൻസിൽ നമുക്ക് മീറ്റ് ചെയ്യാം സ്റ്റുഡൻസ്. ഓക്കെ സ്റ്റുഡൻസ്, ബൈ. ഓക്കെ.